യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിനു ശേഷം അവിടുത്തെ ശരീരം കല്ലറയിൽ വയ്ക്കപ്പെട്ട ആ 3 ദിവസങ്ങളിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നത് ക്രൈസ്തവ വിശ്വാസത്തിലെ ഏറ്റവും മർമ്മപ്രധാനവും എന്നാൽ ഏറെ നിഗൂഢതകൾ നിറഞ്ഞതുമായ ഒരു കാര്യമാണ്. ലോകം മുഴുവൻ യേശുവിന്റെ മരണം കണ്ട് പകച്ചുനിന്നപ്പോൾ ഭൂമിക്ക് താഴെ അദൃശ്യമായ ലോകങ്ങളിൽ വലിയൊരു മാറ്റം സംഭവിക്കുകയായിരുന്നു. പത്രോസ്ലീഹായുടെ ലേഖനത്തിൽ പറയുന്നതുപോലെ യേശു തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിക്കാൻ പോയത് എന്തിനായിരുന്നു എന്ന ചോദ്യം നൂറ്റാണ്ടുകളായി വിശ്വാസികളെയും പണ്ഡിതന്മാരെയും ഒരുപോലെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. ഈ വലിയ രഹസ്യത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് യേശുവിന്റെ ജീവിതത്തെക്കുറിച്ച് ലളിതമായി ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ചത് മനുഷ്യകുലത്തെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും വീണ്ടെടുക്കാനായിരുന്നു. ബെത്ലഹേമിലെ ഒരു സാധാരണ കാലിത്തൊഴുത്തിൽ ജനിച്ച യേശുവിന്റെ ജീവിതം സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും വലിയൊരു വിപ്ലവമായിരുന്നു. 30 വർഷക്കാലം ഒരു സാധാരണ മരപ്പണിക്കാരനായി ജീവിച്ച അദ്ദേഹം പിന്നീട് തന്റെ പരസ്യജീവിതം ആരംഭിച്ചപ്പോൾ രോഗികളെ സുഖപ്പെടുത്തിയും വിശക്കുന്നവർക്ക് ആഹാരം നൽകിയും പാവപ്പെട്ടവരോട് കരുണ കാണിച്ചും ദൈവരാജ്യത്തിന്റെ സുവിശേഷമറിയിച്ചു. അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനും പ്രകൃതിയെ നിയന്ത്രിക്കാനുമുള്ള അധികാരമുണ്ടായിരുന്നിട്ടും അദ്ദേഹം തിരഞ്ഞെടുത്തത് വിനയത്തിന്റെ പാതയായിരുന്നു. അവസാനം മനുഷ്യകുലത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വയമൊരു ബലിയായി ക്രൂശിൽ മരിക്കാൻ അദ്ദേഹം തയ്യാറായി. എന്നാൽ ആ മരണം ഒരവസാനമായിരുന്നില്ല, മറിച്ച് മരണത്തിനുമേലുള്ള വലിയൊരു വിജയത്തിന്റെ തുടക്കമായിരുന്നു. യേശു മരിച്ചതിനു ശേഷം തന്റെ ആത്മാവിൽ അദ്ദേഹം എവിടെയായിരുന്നു എന്നതിനെക്കുറിച്ച് വിശുദ്ധഗ്രന്ഥം നൽകുന്ന സൂചനകൾ വളരെ ആഴമേറിയതാണ്. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, അവൻ ആത്മാവിൽ ചെന്ന് തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു എന്ന്. ഇത് കേവലമൊരു സന്ദർശനമായിരുന്നില്ല, മറിച്ച് പാതാളത്തിന്റെ വാതിലുകൾ തകർക്കുന്ന ഒരു വലിയ വിജയയാത്രയായിരുന്നു. പഴയ നിയമ കാലഘട്ടത്തിൽ മരിച്ചുപോയ നീതിമാന്മാരുടെ ആത്മാക്കൾ വസിച്ചിരുന്ന ഷിയോൾ അഥവാ പാതാളമെന്ന് വിളിക്കപ്പെടുന്ന ഇടത്തേക്കാണ് യേശു ഇറങ്ങിച്ചെന്നത്. ആദം മുതൽ സ്നാപക യോഹന്നാൻ വരെയുള്ള നീതിമാന്മാർ രക്ഷകന്റെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു. യേശു അവിടെ ചെന്ന് അവരോട് സുവിശേഷം അറിയിക്കുകയും താൻ വിജയിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത് കേവലം പാപികൾക്കുള്ള ശിക്ഷാവിധിയായിരുന്നില്ല, മറിച്ച് ദൈവത്തെ സ്നേഹിക്കുകയും എന്നാൽ സ്വർഗവാതിൽ തുറക്കപ്പെടാത്തതിനാൽ കാത്തിരിക്കേണ്ടി വരികയും ചെയ്ത ആത്മാക്കൾക്കുള്ള വിടുതലായിരുന്നു. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മരണത്തിന്റെ താക്കോൽ യേശു തന്റെ കൈവശമാക്കി. ആ 3 ദിവസങ്ങൾ സ്വർഗവും ഭൂമിയും പാതാളവും ഒരേപോലെ സാക്ഷ്യം വഹിച്ച മഹാസംഭവങ്ങളുടെ കാലമായിരുന്നു. പാതാളത്തിൽ അടയ്ക്കപ്പെട്ടിരുന്ന ആത്മാക്കൾക്ക് പ്രത്യാശയുടെ പ്രകാശം യേശു നൽകി. അവിടെ അദ്ദേഹം നൽകിയ സന്ദേശം തന്റെ ക്രൂശിലെ വിജയം പൂർണ്ണമായിരിക്കുന്നു എന്നതായിരുന്നു. യേശു നരകത്തിലിറങ്ങി എന്ന് പറയുമ്പോൾ അത് നിത്യദണ്ഡനത്തിന്റെ സ്ഥലമായ നരകത്തെയല്ല അർത്ഥമാക്കുന്നത്, മറിച്ച് മരിച്ചവരുടെ ലോകത്തെയാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്ന ലാസറിന്റെയും ധനവാന്റെയും ഉപമയിൽ ഇതിനെക്കുറിച്ചൊരു ചിത്രം നമുക്ക് ലഭിക്കുന്നുണ്ട്. നീതിമാന്മാർ അബ്രഹാമിന്റെ മടിയിൽ വിശ്രമിക്കുമ്പോൾ അവിശ്വാസികൾ കഠിനമായ വേദന അനുഭവിക്കുന്നു. യേശു ആത്മാവിൽ ഇറങ്ങിച്ചെന്നത് അബ്രഹാമിന്റെ മടിയിൽ കാത്തിരുന്ന ആ നീതിമാന്മാരെ മോചിപ്പിക്കാനായിരുന്നു. നൂറ്റാണ്ടുകളായി ഇരുട്ടിൽ കഴിഞ്ഞ ആത്മാക്കൾക്ക് മുന്നിൽ സത്യത്തിന്റെ വെളിച്ചമുദിച്ചു. ഇതിനെയാണ് സഭ പാരമ്പര്യമായി ഹാരോയിങ് ഓഫ് ഹെൽ എന്ന് വിളിക്കുന്നത്. അതായത് യേശു പാതാളത്തിന്റെ കവാടങ്ങൾ തകർക്കുകയും അവിടുത്തെ അധികാരം അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. ക്രിസ്തുവിന്റെ മരണം കേവലമൊരു ശാരീരിക സംഭവമായിരുന്നില്ല, മറിച്ച് ആത്മീയ ലോകത്ത് നടന്ന വലിയൊരു വിമോചനമായിരുന്നു. നോഹയുടെ കാലത്ത് ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച ആത്മാക്കളെക്കുറിച്ചും പത്രോസ് പരാമർശിക്കുന്നുണ്ട്. ദൈവം എല്ലാവർക്കും ഒരവസരം കൂടി നൽകുന്നു എന്നതല്ല ഇതിന്റെ അർത്ഥം, മറിച്ച് ക്രിസ്തുവിന്റെ രക്ഷാകരമായ മരണം കാലദേശങ്ങൾക്കപ്പുറമുള്ളതാണെന്നും അത് സകല മനുഷ്യരിലേക്കും എത്തുന്നു എന്നതുമാണ്. ഈ 3 ദിവസങ്ങൾ യേശു ചെയ്തത് തന്റെ മരണം ലോകത്തിന്റെ സകല മേഖലകളിലും മാറ്റം വരുത്തി എന്ന് തെളിയിക്കുകയായിരുന്നു. ഭൂമിയിൽ ആളുകൾ ദുഃഖിക്കുമ്പോൾ പാതാളത്തിൽ വലിയൊരാഘോഷം നടക്കുകയായിരുന്നു. പിശാച് തന്നെ വിജയിയായി കരുതിയിരുന്ന ആ നിമിഷം മരണത്തിന്റെ തന്നെ അന്തകനായി യേശു കടന്നുവന്നു. ഇത് വെറുമൊരു കഥയല്ല, മറിച്ച് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നും അതിൽ ക്രിസ്തുവിന് അധികാരമുണ്ടെന്നും ഉറപ്പിക്കുന്ന സത്യമാണ്. 3-ാം ദിവസം യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ അദ്ദേഹം ആ പഴയ നിയമ നീതിമാന്മാരെയും തന്നോടൊപ്പം ഉയർപ്പിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്.
ക്രൂശിലെ മരണം മുതൽ ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ള ആ സമയം മനുഷ്യർക്ക് നിശബ്ദതയുടെ കാലമായിരുന്നെങ്കിൽ ആത്മീയ ലോകത്ത് അത് വിജയത്തിന്റെ കാഹളം മുഴങ്ങിയ സമയമായിരുന്നു. യേശുവിന്റെ ഈ പാതാള പ്രവേശം കാണിക്കുന്നത് ലോകത്തിന്റെ പാപങ്ങൾക്കായി മരിച്ച യേശു മരണത്തിന്റെ ആഴങ്ങൾ വരെ ചെന്ന് മനുഷ്യനെ തിരികെ കൊണ്ടുവരാൻ കഴിവുള്ളവനാണെന്നാണ്. അതിനാൽ തന്നെ മരണമെന്നതൊരു ഭീതിയല്ല, മറിച്ച് ക്രിസ്തുവിനോടൊപ്പം ചേരാനുള്ള ഒരു ദ്വാരമായി മാറി. പാതാളത്തിലെ ആത്മാക്കൾക്ക് യേശു നൽകിയ സന്ദേശം ഇന്നും പ്രസക്തമാണ്. അവിടുന്ന് മരണത്തെ ജയിച്ചു, അവൻ ഇന്നും ജീവിക്കുന്നു. ഈ സത്യം മനസ്സിലാക്കുമ്പോൾ യേശുവിന്റെ ജീവിതവും മരണവും പുനരുത്ഥാനവും കേവലം ചരിത്ര സംഭവങ്ങളല്ല, മറിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും നിത്യജീവനിലേക്കുള്ള വഴിവിളക്കുകളാണെന്ന് നമുക്ക് ബോധ്യമാകും. യേശുവിന്റെ ഈ 3 ദിവസത്തെ പ്രവർത്തനം വഴി നരകത്തിന്റെ അധികാരം എന്നേക്കുമായി ഇല്ലാതാക്കപ്പെട്ടു. വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവൻ വാഗ്ദാനം ചെയ്യപ്പെട്ടു.